എല്ലാവർക്കും അഖിലാസ് ക്രാഫ്റ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കലണ്ടറാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ ഞാൻ 12 സെൻറ്റിമീറ്റർ ഉള്ളത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഞാൻ അപ്പുറത്തൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തും മാർക്ക് ചെയ്യുക, ആ ഭാഗത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഞാൻ ഈ സ്കെയിൽ 3 സെൻറ്റിമീറ്റർ കാണിച്ചിരുന്നതാണ്. ഇനി നമ്മൾ ജലദോഷമൊക്കെ ഇട്ട് എനിക്ക് അപ്പോൾ സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഇതിൻ്റെ കൊടുക്കുക. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത് നമുക്ക് വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, അത് വൃത്തികേടാവും. അപ്പോൾ ഞാൻ വരയ്ക്കണില്ല. അപ്പോൾ വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കാം ലൈറ്റായിട്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് മടക്കുകയാണ്. ഇതേപോലെ 2 ഭാഗവും സ്കെയിൽ വെച്ച് മടക്കിയിട്ട് അപ്പുറത്തേക്ക് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക് കലണ്ടറാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ട് ഉണ്ടാക്കാം. ആകെ 2 കളർ പേപ്പർ മതി, 3 കളർ പേപ്പർ മതി. ഒരു വലിയ ഷീറ്റും ഒരു 3 ചെറിയ ഷീറ്റും ഒരു A4 ഷീറ്റിൽ നമുക്ക് 3 ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കട്ടിയുള്ള പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കട്ടിൽ പേപ്പർ ഇല്ലാത്തവർക്ക് കളർ പേപ്പറിന് യൂസ് ചെയ്യാം. പക്ഷേ ഡിസ്കൗണ്ട് അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഞാനത് മടക്കിയത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ ഒരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് അതുപോലെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാത്തൊക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരണം കേട്ടോ. എന്നിട്ടിത് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ടല്ല, നമ്മളിത് എല്ലാം നമുക്ക് കറക്റ്റ് മടക്കേണ്ട പാട് കിട്ടണം. ഇതേപോലെ നമ്മൾ ചെയ്യുക കേട്ടോ. ആ കാണാത്തവർ 2-3 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഹോള് കിട്ടും അതിനുള്ള. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശം എങ്ങനെയാണെന്നുള്ളത്. അതിന് നമുക്ക് അതിൻ്റെ അറ്റൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വെയിലായതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് ഷാഡോകളൊക്കെ വീഴുന്നുണ്ട്. ഇവിടെ ചാർജറിൻ്റെയൊക്കെ ഷാഡോകൾ വീഴുന്നുണ്ട്. ഒന്നും പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അവോയ്ഡ് ചെയ്യാം. വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ആ ദിവസം. അതാണ് ഇങ്ങനെ ഇത് വരുന്നത്. ജനാല പൂട്ടിയിട്ടും വെയിലുള്ളിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാൻ രണ്ടും അതുപോലെ ഒന്ന് ഒട്ടിച്ചപ്പോൾ അപ്പോൾ അതങ്ങനെ സെക്യൂറായിട്ട് നിന്നോളൂ. അതിൻ്റെ ഇപ്പുറത്ത് ആ ഹോളും ഉണ്ട്. പിന്നെ ഒരു സ്ക്വയർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഒട്ടിക്കണം. ഫുള്ള് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹോള് കിട്ടുമല്ലോ. അതിനുള്ള നമുക്ക് നമ്മുടെ കലണ്ടറിനുള്ളതൊക്കെ ഇട്ട് വയ്ക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കലണ്ടറിലൊക്കെ നിങ്ങൾക്ക് A4 ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് വെക്കണം. ഞാൻ ഇതേപോലത്തെ 3 എണ്ണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പിങ്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് പേപ്പർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഈ ഭാഗത്തും നമ്മൾ നേരത്തെ മാക്കിയത് പോലെ ആ ഭാഗത്ത് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ 3 സെൻറ്റിമീറ്റർ ചെയ്തിട്ട് നമ്മളൊന്ന് മടക്കി കൊടുത്തിരുന്നില്ലേ. അപ്പോൾ ഇതിലും നമ്മൾ അതുപോലെ ഒന്ന് മടക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ ഈസി ആയിരിക്കും. ഞാൻ 2 ഭാഗത്തും മടക്കിയിട്ടുണ്ട്. ക്യാമറയിൽ പെട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നു. ഇനി ഇത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത പോലെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. 4 സെൻറ്റിമീറ്റർ കൃത്യം വേണം, അല്ലെങ്കിൽ നമ്മുടെ കലണ്ടർ ശരിയാവില്ല, ഒക്കെ തെറ്റിപ്പോകും. വേണമെങ്കിൽ നമുക്ക് 2 ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ അച്ഛനമ്മമാരോ ആരെങ്കിലും പറയാം. ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു അളവിനൊക്കെ വ്യത്യാസവും പേപ്പർ വളച്ചിലും പിടിച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ശരിയായി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനി നമുക്ക് ഈ പേപ്പർ ഹാഫാക്കി ഫോൾഡ് ചെയ്യണം. ഈ പേപ്പർ തന്നെ ഹാഫാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടർ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ആവും. സത്യം പറയുന്നത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ടായിരിക്കും കിട്ടുക. അപ്പോൾ ശരിക്കും നമുക്ക് നിൽക്കാനായിട്ടാണ് നമ്മളത് ഹാഫാക്കിയത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്നത്. നമുക്ക് ഹാഫാക്കിയത് മടക്കി കൊടുക്കാം.
ഞാൻ ഹലോ കിറ്റിയുടെ പടം ഗൂഗിളിൽ നിന്ന് ട്രേസ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ട്രേസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ 2021 എഴുതി വെച്ചിട്ട് ഒരു പേപ്പറും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ 4x5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പറും ഞാൻ വെച്ചു. അപ്പോൾ വെച്ചപ്പോൾ കറക്റ്റ് അളവാണിത്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒട്ടിക്കാനായിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പൂച്ചകളാണ്. ഇവിടുത്തെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, 3 പിള്ളേരുണ്ട്. അവരുടെ ഫോട്ടോകളാണ് ഇതൊക്കെ. ഞങ്ങളുടെ കാർഡ്ബോർഡിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചത്, പുറത്തായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇവിടെ പ്രസവിച്ചു. പഴയൊരു കാർഡ്ബോർഡിലായിരുന്നു, ഞങ്ങൾ പുതിയ കാർഡ്ബോർഡിലേക്ക് മാറ്റി. 3 കുട്ടികളുണ്ട് കേട്ടോ. നല്ല രസമുള്ള കുട്ടികളാണ്. ഞാൻ അമ്മയുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ പൂച്ച ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ്, വൈറ്റാണ്. പക്ഷേ അതിന് കുട്ടികളൊക്കെ 3 ചെറിയ ബ്ലാക്കും ഒക്കെ കളറാണ്. അപ്പോൾ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കുക. അങ്ങനെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റയുടെ FBയുടെയും ലിങ്ക് ഉണ്ട് അടിയിൽ. നമ്മുടെ പുതിയ വീഡിയോസ് ഉണ്ടാകുന്നത് ഇതിലായിരിക്കും.